നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പെൻഷൻ ഒന്നും കിട്ടുന്നില്ല. മുഴു പട്ടണിയാ സാറേ. ശരിക്ക് ചുരുണ്ടു കിടക്കാൻ കൂര പോലും ഇല്ലാത്തവരാ. കുടുംബത്തിൽ മറ്റാർക്കും വരുമാനവുമില്ല. 100% പെൻഷൻ കിട്ടാൻ അർഹതയുള്ളവരാ. ഇപ്പൊ തന്നെ അന്വേഷിച്ച പെൻഷൻ കിട്ടാൻ വേണ്ടത് ചെയ്യാം. നിങ്ങൾ ആരും വിഷമിക്കണ്ട. വരുന്നുണ്ട്. സെക്രട്ടറി വന്നില്ലേ? ഇല്ല. 12 മണി കഴിഞ്ഞല്ലോ. ലീവിലാണോ? അല്ല, ഇന്ന് ബ്ലോക്ക് കമ്മിറ്റി ഉണ്ട്. ബ്ലോക്ക് കമ്മിറ്റി കഴിഞ്ഞാൽ വരുമോ? അത് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ടല്ലേ? അതെ, ഈ പ്രായമായ ആൾക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ എന്താ അത്ര തടസ്സം? അത് പിന്നെ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ശരിയാകാനുണ്ട്. ഓഹോ, എന്തൊക്കെയാണാവോ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ്? ഈ തോന്നിയാസങ്ങളൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല കേട്ടോ. പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന ഇവനാ ദമ്പടി. ഓഹോ, അയാൾ ഉദ്ദേശിച്ച കൈക്കൂലി കിട്ടാതെ പെൻഷൻ ഒന്നും ശരിയാവാൻ പോകുന്നില്ല. സെക്രട്ടറി സാർ വരുന്നു. ജഗ, ആ വരുന്നതാ ഓഫീസർ. ഒന്ന് നിന്നേ സാറേ. ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ അനുവദിക്കാത്ത എന്താ? അങ്ങനെ ചാടിക്കേറി പെൻഷൻ കൊടുക്കാൻ പറ്റുമോ? എന്റെ പോക്കറ്റിൽ നിന്ന് പെൻഷൻ എടുത്തു കൊടുക്കാനും വകുപ്പില്ല. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. നടപടിക്രമങ്ങൾ. നടപടിക്രമങ്ങൾ, കൈക്കൂലി അല്ലേ? മര്യാദയ്ക്ക് ഇവരുടെ പെൻഷനുള്ള പേപ്പേഴ്സ് മുകളിലേക്ക് കൊടുത്താക്കണം. അത് പറയാൻ താനാരാ? ഞങ്ങൾക്കും യൂണിയൻ നേതാക്കളൊക്കെ ഉണ്ടേ. സർക്കാർ ഓഫീസറെ ഡ്യൂട്ടി സമയത്ത് മർദ്ദിച്ച അതിന്റെ വകുപ്പ് എന്താന്ന് അറിയോ? നിനക്ക് കാണിച്ചു തരാൻ നിനക്ക് എന്നാ കാണിച്ചു താടാ. സർക്കാർ ഓഫീസിലും കണ്ടില്ലേ ഗുണ്ടാ വിളയാട്ടം തന്നെ. ഇവനൊക്കെ ജോലി ചെയ്ത് ജീവിച്ചൂടെ? ഈ നിമിഷം വരെ രാജീവന്റെ പണം കൊണ്ട് ലാവിഷായിട്ട് ജീവിച്ചതാ. രാഗി എത്ര പണം ചോദിച്ചാലും രാജീവ് കൊടുക്കും. ആ പണം ആര് ചെലവഴിക്കുന്നെന്നോ എന്തിനു ചെലവഴിക്കുന്നെന്നോ എന്നും ചോദിച്ചു വരാറുമില്ല. സ്റ്റാർ ഹോട്ടലുകളിലും ക്ലബിലും ഒക്കെ ലക്ഷങ്ങൾ വാരി എറിഞ്ഞത് രാജീവന്റെ പണം തന്നെയാ.
എല്ലാത്തിനും പൂട്ട് വീണില്ലേ? ഇനിയുള്ള കാലം എങ്ങനെ ജീവിക്കുമെന്ന് ആലോചിക്കുമ്പോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ കൊച്ചിന് 18 വയസ്സ് തികയുന്നതുവരെ ചിലവിനുള്ള പൈസ എഴുതിയെടുക്കാൻ രാഖിക്ക് അവകാശം പറഞ്ഞിരിക്കുകയല്ലേ? അതുകൊണ്ട് ജീവിച്ചൂടെ? അതുകൊണ്ട് എങ്ങനെ ജീവിക്കാനാ? ചെലവ് കാശ് എഴുതിയെടുക്കുന്നതന്നെ ഒരു പരിധിയുണ്ട്. കൂടിപ്പോയ ഒരു 10-50,000 രൂപ. എനിക്കതൊരു വലത്തിന് തികയില്ല. അപ്പൊ നീ പറയുന്നത്? അതെ, നല്ല കാലങ്ങളൊക്കെ അസ്തമിച്ചു. ഇനി അങ്ങോട്ട് പട്ടിണി കടന്നും പ്രാരാബ്ദം പിടിച്ചും ദുരിതപൂർണമായ ഒരു ജീവിതം. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിയാൻ എന്നെ കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ എടുത്ത് വിറ്റിട്ട് ലക്ഷങ്ങൾ കൊണ്ട് തന്നെ ജീവിച്ചിരിക്കും. രാഖി അങ്ങനെ കൊച്ചാകാനൊന്നും പോകുന്നില്ല. രാഗേ, നിക്കേ. വിൽപത്രത്തിലെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ സ്വത്തുക്കളൊക്കെ അനാഥാലയത്തിലേക്ക് പോവും. പിന്നെ തെരുവിലിറങ്ങി തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സാഹസമൊന്നും കാണിക്കരുത്. ബിൽപത്രം വായിച്ചു കേട്ടപ്പോ എനിക്ക് ബലമായ ഒരു സംശയം. സ്വന്തം മരണം രാജീവ് മുൻകൂട്ടി കണ്ടിരുന്നു എന്നും. അല്ലെങ്കിൽ ഇത്ര കൃത്യമായി കണക്ക് കൂട്ടി വിൽപത്രം എഴുതാൻ കഴിയുന്നത് എങ്ങനെയാ? അടച്ച ബില്ലെന്ന് പറയുന്ന ഒരു മാരണം മുന്നിലുണ്ടല്ലോ. അതിൽ രാജീവേട്ടൻ എന്താവും എഴുതി വെച്ചിരിക്കുന്നതെന്ന് സാഗറിന്റെ വല്ല ഊഹമുണ്ടോ? ഒക്കെ ഉണ്ട്. നമുക്ക് ഇടുത്തി അയക്കാവുന്ന ഒരു വ്യവസ്ഥ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതെന്താ? വന്ദനയും രാജീവന്റെ മോളും തമ്മിൽ അമ്മയും മോളും തമ്മിലുള്ള ബന്ധം പോലെ ആയിരുന്നല്ലോ. അതുകൊണ്ട് രാജീവ് തന്റെ സ്വത്തുക്കൾ ഏറ്റെടുക്കാനുള്ള അവകാശം വന്ദനയുടെ പേരിൽ വ്യവസ്ഥ ചെയ്തൂടെ? മതി. അങ്ങനെ ഇങ്ങനെ സംഭവിച്ചാ അവള് നമ്മളെ പെരുവഴിയിലേക്ക് തല്ലി ഇറക്കും. പേടിക്കണ്ട രാഗി, ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞേ ഉള്ളൂ. ഏതായാലും ദിയമോളെ ആ തെണ്ടിക്കൂട്ടത്തോടൊപ്പം ജീവിക്കാൻ അനുവദിക്കരുത്. അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്നിരിക്കണം. അതെ മോനെ, ആ കൊച്ച് നമ്മുടെ കസ്റ്റഡിയിലുള്ളത് നമുക്ക് എന്തുകൊണ്ടും ബലം. എത്രയും പെട്ടെന്ന് ആ കൊച്ചിനെങ്കിൽ പൊക്കിക്കൊണ്ട് പോരെ. അങ്ങനെ ചാടിക്കേറി കൊച്ചിന്റെ കാര്യത്തിൽ ഇടപെടുന്നത് ബുദ്ധിയല്ല. എന്തു വേണോന്ന് എനിക്ക് ചില ധാരണകളുണ്ട്. ഞാൻ ഒരാളെ വിളിക്കാൻ പോവാ. ബാക്കി കാര്യങ്ങൾ അയാൾ നോക്കിക്കോളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.